നമ്മുടെ മനുഷ്യർക്ക് വർണ്ണവ്യവസ്ഥയുള്ളതുപോലെ തന്നെ വൃക്ഷങ്ങൾക്കും 4 ജാതികളുണ്ട്. അത് തച്ചുശാസ്ത്രം പറയുന്നത് അന്തസാര, ബഹിസാര, നിസാര, സർവസാരമായി വൃക്ഷവർഗത്തിനും ജാതിഭേദമുണ്ടെന്നറിയുക. അന്തസാരം എന്ന് പറഞ്ഞാൽ അകത്ത് കാതലുള്ള വൃക്ഷം. ബഹിസാരം, അകത്ത് കാതലുള്ള വൃക്ഷം നമുക്ക് എല്ലാവർക്കും അറിയാം. പ്ലാവ് അതുപോലെ ഉള്ള വൃക്ഷങ്ങളൊക്കെ അകത്ത് കാതലുള്ളതാണ്. ബഹിസാരം അതായത് പുറത്ത് കാതലുള്ളത്, അതാണ് പന, തെങ്ങ്, കമുക് ഇത്തരത്തിലുള്ള വൃക്ഷങ്ങൾ. അതുപോലെ നിസാര വൃക്ഷം എന്ന് പറഞ്ഞാൽ കാതലില്ലാത്ത വൃക്ഷങ്ങൾ, കപ്പളം, അതുപോലെ മുരിങ്ങ, പിന്നെ ഈ മുരിക്ക് ഇത്യാദികളായ വൃക്ഷങ്ങളൊക്കെ നിസാര വൃക്ഷങ്ങളാണ്. അതുപോലെ സർവസാരം മുഴുവൻ കാതലുള്ള വൃക്ഷം, തേക്ക്, ഈട്ടി പോലെയുള്ള വൃക്ഷങ്ങൾ. ഇങ്ങനെയുള്ള വൃക്ഷങ്ങൾ ഇതിൽ നമ്മുടെ വീടിന് അടുത്ത് നിസാര വൃക്ഷങ്ങൾ ഒരിക്കലും വളർത്തരുതെന്നാണ് പറയുക. നിസാര വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ കാതലില്ലാത്ത വൃക്ഷങ്ങൾ, അത് പെട്ടെന്ന് വളർന്നു പൊങ്ങും. അത് ഒരു കാറ്റോ മഴയോ അതുപോലെ എന്തെങ്കിലും വന്നാൽ അത് ഒടിഞ്ഞു വീണ് വീടിന് കേടുപാടുകൾ ഉണ്ടാകും. ഇത് മനസ്സിലാക്കിക്കൊണ്ടാവാം നമ്മുടെ പൂർവികർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് നിസാര വൃക്ഷങ്ങൾ മരം ഏതാകിലും പക്ഷെ പൊന്നു കായ്ക്കുന്നതാവിലും പുരയ്ക്ക് മീതെ പൊങ്ങിയിടിൽ ഉടനെ വെട്ടിമാറ്റണമെന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാവണം എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്.